ഉല്ലസിച്ച് ആർത്തുല്ലസിച്ച് ആനന്ദിച്ച് അങ്ങനെ വിഷവാണിയേറ്റ ഈ രാജ്യത്തിന്റെ ഗാത്രത്തിൽ ജീവിച്ച് ഓവുചാലിലേക്ക് മുഖം കമഴ്ന്ന് വീണ് സ്വന്തത്തിനോ കുടുംബത്തിനോ രാജ്യത്തിനോ ലോകത്തിനോ ഉപകാരമില്ലാത്ത നാഷണൽ വേസ്റ്റുകളായി ജീവിക്കാനല്ല ഈ യൗവനം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ആയതിനാൽ എന്റെ യൗവനം എനിക്ക് പാഴായിപ്പോയെന്ന വിലാപത്തിൽ നിന്നുകൊണ്ട് വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കണം. റൊണാൾഡോ എന്ന വിഖ്യാതനായ ഫുട്ബോളർ ആത്മകഥം നടത്തുന്ന ഒരു രംഗം നിങ്ങൾ വായിച്ചു കേട്ടിട്ടുണ്ടാവണം. അദ്ദേഹം ലോകത്ത് നിങ്ങൾക്കറിയാം, ഫുട്ബോൾ ഗ്രൗണ്ടിൽ ബ്രസീലിന്റെ ത്രസിപ്പിക്കുന്ന താരമായി കുറുക്കനെ പോലെ ഗ്രൗണ്ടിൽ ഒളിച്ചിരുന്ന് തന്റെ കാലിൽ ലഭിച്ച പന്തിനെ അനായാസം ഗോൾ വലയിൽ ഗംഭീരമായി കുലുക്കി വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു മഹാ ഫുട്ബോൾ താരം. അദ്ദേഹം 5 സ്ത്രീകളുടെ കൂടെ ദാമ്പത്യം പങ്കുവെച്ചു. 5ഉം പരാജയമായിരുന്നു. 5 പേരെയും ഡൈവേഴ്സ് ചെയ്തു. എന്തുകൊണ്ട്? ലോകത്ത് കാലിന്റെ ബലം കൊണ്ട്, മനുഷ്യന്റെ ഈ നിലക്കുള്ള കഴിവുകൊണ്ട്, പ്രാക്ടീസ് കൊണ്ട് ഒരു നല്ല ഫുട്ബോളറാകാം, ഒരു നല്ല പൗരനാകാൻ മണിയുണ്ട്. ശേഷം 3 ആണും പെണ്ണും കെട്ടവരുടെ കൂടെ അങ്ങനെ എവിടെയോ ചെന്ന് പങ്കുവെക്കാൻ ഉദ്ദേശിച്ച ലോഡ്ജ് മുറികളിൽ നാണം കെട്ടുപോയപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുകയാണ്. എന്റെ ജീവിതം സുനാമിയിൽ തകർന്ന ഒരു ബിൽഡിംഗ് പോലെ, ഫൗണ്ടേഷൻ ഇല്ലാതെ എടുത്തെറിയപ്പെട്ടതുപോലെ എന്റെ യൗവനം എനിക്ക് പാഴായി പോവുകയുണ്ടായി. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി എന്റെ ജീവിതം ഒന്ന് എന്നെണ്ണി തുടങ്ങേണ്ടതുണ്ട് എന്ന് ലോകമറിയപ്പെട്ട നമ്മുടെ വീടുകളിൽ, നമ്മുടെ റൂമുകളിൽ ഒരുപക്ഷെ അദ്ദേഹം ഗോൾ വല കുലക്കുന്ന പോസ്റ്റർ, മഞ്ഞപ്പടയുടെ പോസ്റ്റർ ഉണ്ടാകാം, ആരാധനാ കഥാപാത്രമായി നമ്മുടെ മുമ്പിലുണ്ടാകാം. പക്ഷേ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും മാതൃക കാണിക്കാൻ യോഗ്യനായ ഒരു മനുഷ്യനെ നമുക്ക് അദ്ദേഹത്തിൽ കാണാൻ കഴിയില്ല. ഇല്ല, നമുക്ക് കാണാൻ കഴിയില്ല, സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ ജീവിതത്തെ വിലയിരുത്തണം. ആര് കാണിച്ചതാണ് യഥാർത്ഥമായ ജീവിതം? ആരുടെ മാതൃകയാണ് യഥാർത്ഥമായ? ബുക്കർ സമ്മാനത്തിന്റെ ഒരു ലഹരിയിലാണല്ലോ കേരളമുള്ളത്, അല്ലെ? റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന മനുഷ്യനിലൂടെ ബുക്കർ സമ്മാനം കരഗതമാക്കിയപ്പോ കേരളത്തിനെന്തോ ഒരു വലിയ സമ്പാദ്യം കിട്ടിയ പോലെ നമുക്ക് തോന്നി. ശിവനാണ് എന്റെ ആരാധനാമൂർത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തിന്റെ വിഷയത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഓസ്കാർ അവാർഡുകൾ, അതെ, വിഖ്യാതനായ നായിപ്പോൾ എന്ന് പറയുന്ന വിഖ്യാതനായ ബുക്കർ സമ്മാനം കിട്ടിയ നായിപ്പോൾ എന്ന എഴുത്തുകാരൻ, അദ്ദേഹത്തെ അറിയാത്തവരില്ല, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ. നായിപ്പോൾ 26 കൊല്ലം സ്വന്തം ഭാര്യയെ ചതിച്ച് വെപ്പാട്ടിയുടെ കൂടെ ജീവിച്ച നായിപ്പോൾ. അദ്ദേഹത്തെ കുറിച്ച് ഈ അടുത്ത കാലത്ത് ഒരു ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ടു. അവരെല്ലാം വിലപിക്കുന്നത് ജീവിതം ഒരു പാഴ്വേലയായിരുന്നു എന്നുള്ളതാണ്, ജീവിതം നഷ്ടക്കച്ചവടമായിരുന്നു എന്നുള്ളതാണ്. അല്ലേ? ലോകത്തിന്ന് യുവതലമുറയെ ഏറ്റവും കൂടുതൽ അനുകരിക്കുന്നവരാണ് സിനിമാ താരങ്ങൾ. സ്ക്രീനിന്റെ മുമ്പിൽ പോയിരുന്ന് ആവേശപൂർവം ലോകത്തെ ഏതെങ്കിലും ഒരു സിനിമ തുടങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ആരെങ്കിലും അറ്റൻഡ് ചെയ്യാറുണ്ടോ? ഇല്ല. പ്രോപ്കോൺ തുടങ്ങി പിറ്റേന്ന് വരാം, അന്ന് തന്നെ വന്നുകൂടാ, പല തടസ്സങ്ങൾ. നല്ല കാര്യങ്ങൾ തുടങ്ങിയിട്ടാവാം, നല്ല കാര്യങ്ങൾ മധ്യത്തിൽ കേൾക്കാം. സിനിമയോ A to Z തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം വരിക, അടുത്ത ഷോക്ക് വരിക എന്നല്ലാതെ. കാരണം തോന്നിയാസ A to Z കാണണമല്ലോ. നല്ലത് പാതിയിലായാലും കുഴപ്പമില്ല, അവസാന രംഗത്തായാലും കുഴപ്പമില്ല. മനുഷ്യന്റെ മനസ്സിന്റെ ഒരു വല്ലാത്ത വൈകല്യമാണത്. പ്രിയപ്പെട്ടവരെ, ആലോചിക്കാൻ, ചിന്തിക്കാൻ നമുക്ക്, നിങ്ങൾക്കറിയാലോ, സ്ക്രീനിന് മുമ്പിൽ നോക്കി നിന്ന് ജീവിതത്തെ പൊലിപ്പിച്ചു കളഞ്ഞ തലമുറയുടെ മുമ്പിൽ നല്ല ഭർത്താവായി അഭിനയിച്ച് നാഷണൽ അവാർഡ് നേടിയ കമലഹാസൻ 2 സ്ത്രീകളുടെ കൂടെ ദാമ്പത്യം പങ്കുവെച്ച് 2നെയും ഡൈവേഴ്സ് ചെയ്ത് ഇപ്പം വേറൊരു സ്ത്രീയുടെ കൂടെ വിവാഹം പോലും കഴിക്കാതെ വ്യഭിചരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കഥ നിങ്ങൾ അറിയുമോ? ഉർവശി എന്ന് പറയുന്ന മലയാള നടി ഭർത്താവിനെമായി തെറ്റിപ്പിരിഞ്ഞ് ഡൈവേഴ്സായി ചെന്നൈ കോടതി. രഘുവരൻ എന്ന് പറയുന്ന, ഞാൻ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വായിച്ചതാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയെ ഡൈവേഴ്സ് ചെയ്യുമ്പോ 10 വയസ്സുള്ള കുട്ടിയുണ്ടായിരുന്നു അദ്ദേഹത്തിന്. നിർവികാരനായി, യാതൊരു വൈകാരികതയുമില്ലാതെ തന്റെ ഭാര്യയും തന്റെ കുഞ്ഞും പിരിഞ്ഞു പോകുന്നത് നോക്കിക്കാണുകയായിരുന്നു അദ്ദേഹം. ഇതാണോ ജീവിതം? ഇതാണോ മാതൃക? 9 ഭാര്യമാരുടെ കൂടെ ഒരേപോലെ ജീവിക്കുകയും ഒരു ഭാര്യമാരെ പോലും ജീവിതത്തിൽ ഒരിക്കലും പീഡിപ്പിക്കാതെ, ഒരു ഭാര്യയ്ക്ക് പോലും എതിരഭിപ്രായമില്ലാതെ നിങ്ങൾ പിരിഞ്ഞു പോയിക്കോളൂ, ദുനിയാവിന്റെ സമസ്ത സൗഭാഗ്യങ്ങളുമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ആ സൗഭാഗ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞിട്ട് പോലും 9 ഭാര്യമാരും പ്രവാചകന്റെ കൂടെ ജീവിച്ച മാതൃകായോഗ്യമായ മുഹമ്മദ് നബി എന്ന് പറയുന്ന മഹാനായ നേതാവാണോ
ലോകത്തിന്റെ നെറുകയിൽ ജീവിത അർത്ഥതലങ്ങളെ തേടിയുള്ള മനുഷ്യന്റെ അന്വേഷണങ്ങളിൽ ഋജുവായ നേർപ്പാതയിൽ ജീവിതത്തിന്റെ മധുരിക്കുന്ന മനോഹരമായ ഒരു പിക്ചറിനെ കോറിയിട്ടത് ആ പ്രവാചകനാണോ എന്ന് നമുക്ക് ആലോചിക്കാൻ, ചിന്തിക്കാൻ. അങ്ങനെ ജീവിക്കുമ്പോ എന്റെ ജീവിതത്തിന്റെ അവസാനം അതെവിടെ ചെന്നാണ് അവസാനിക്കുക? ഖുർആനിലെ അവസാനത്തെ വചനമാണ്, അള്ളാഹു ഇറക്കിയിട്ടുള്ള അവസാനത്തെ വചനം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ദിവസമുണ്ട് നിങ്ങൾക്ക്, ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. ആ ദിവസം ഏതാ? നിങ്ങളുടെ സിട്ടാവിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുന്ന ദിവസം. നിങ്ങളുടെ സിട്ടാവിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുന്ന ദിവസം. ഗർഭപാത്രത്തിൽ നിങ്ങൾക്ക് വളരാൻ സൗകര്യം ഏർപ്പെടുത്തുകയും 10 മാസം പൂർത്തിയാകുമ്പോൾ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള സുഗമമായ പ്രവേശന കവാടമൊരുക്കുകയും ഭൂമുഖത്തേക്ക് കളകള എന്ന ശബ്ദത്തോടെ ഭൂമിയിലേക്ക് നിങ്ങൾ ജനിച്ചു വീണ് മാതാവിന്റെ മാറിടത്തിൽ അതുവരെ ഇല്ലാത്ത സ്തന്യം സംവിധാനിച്ച് ഒരുപാട് അനുഗ്രഹങ്ങളുടെ കലവറ സൃഷ്ടിച്ച് സ്നേഹത്തിന്റെ കരവലയത്തിൽ നിങ്ങളെ പൊതിഞ്ഞ ആ കരുണാമയനായ സിട്ടാവിന്റെ മുമ്പിൽ നിങ്ങൾ പോയി നിൽക്കുന്ന ഒരു ദിവസം, ഒറ്റക്കൊറ്റക്ക്. ഇവിടെ നമ്മൾ തൊട്ടടുത്ത സീറ്റിൽ ഒരുപാട് ആളുണ്ട്. പടച്ചോന്റെ മുമ്പിൽ ഒറ്റക്ക് പോയി നിൽക്കും ഓരോരുത്തരും. അതേ മനുഷ്യരെ, നിങ്ങളുടെ സിട്ടാവിന്റെ മുമ്പിൽ ഒറ്റക്ക് പോയി നിൽക്കുന്ന ഒരു ദിവസം. ഖുർആനിലെ 2-ാം അധ്യായം 281-ാമത്തെ വചനം. അന്ന് നമ്മുടെ കണക്ക് ബോധിപ്പിക്കേണ്ട ദിവസം, നമ്മുടെ റെക്കോർഡുകൾ പരിശോധിക്കുന്ന ദിവസം, നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥതലങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ദിവസം. അള്ളാഹു നൽകിയ അവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസം. ഒരു കുതിര, അതിനെ ഉദാഹരിച്ചുകൊണ്ട് പടച്ചതമ്പുരാൻ മഹത്തായ ഒരു കാര്യം പറഞ്ഞു. ഒരു കുതിര, ബുദ്ധിയില്ലാത്ത കുതിര, യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടില്ലാത്ത കുതിര. ഞാൻ ആലോചിക്കുകയാണ്, പുല്ലും വെള്ളവും മാത്രം കൊടുത്തതിന്റെ പേരിൽ യജമാനനെ ചുമലിലേറ്റി, യജമാനനെ പുറത്തേറ്റി രണഭൂമിയിലേക്ക് കരിങ്കല്ലിൽ കാല് തട്ടി തീപ്പൊരി പാറിപ്പിച്ച് യജമാനനെ ചുമന്ന് കടന്നു പോകുന്ന ബുദ്ധിയില്ലാത്ത കുതിര, ജീവിത ലക്ഷ്യങ്ങളില്ലാത്ത കുതിര, യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടില്ലാത്ത കുതിര, രാഷ്ട്രമീമാംസകൾ രചിച്ചിട്ടില്ലാത്ത കുതിര. ആ കുതിരയെ ഉദാഹരിച്ചുകൊണ്ട് പടച്ചതമ്പുരാൻ പറഞ്ഞു, നൂറാമത്തെ അധ്യായം 6-ാമത്തെ വചനമാണ്. ഒരു കുതിര യജമാനനെ ചുമന്ന് രണഭൂമിയിലേക്ക് കടന്നു പോകുന്നു. അവിടെ തീപ്പൊരികൾ പ്രാരിപ്പിച്ചത് യുദ്ധം ചെയ്യുന്നു. ആ യുദ്ധത്തിൽ വെട്ടേറ്റത് ഭൂമിയിലേക്ക് പതിക്കുന്നു. യജമാനനോടുള്ള നന്ദിയുടെ കാരണം